Hello my dear students, welcome back to EMS Solution. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ഷോർട്ട് സമ്മറി ആണ് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിന്റെ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതിന്റെ ഷോർട്ട് സമ്മറി ആട്ടോ മക്കളെ. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ഈസ് എ ബ്യൂട്ടിഫുൾ സ്പീച്ച് ഫ്രം ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിന്റെ കഥ ഒരു പ്ലേയിൽ നിന്നുള്ള നാടകത്തിൽ നിന്നുള്ള ഒരു സ്പീച്ചാണ്, ഫേമസ് ആയിട്ടുള്ള സ്പീച്ചാണ്. ആരുടേതാണ് പറ? വില്യം ഷേക്സ്പിയറിന്റെ കേട്ടോ. ഇറ്റ് ഈസ് ഡെലിവേർഡ് ബൈ മാർക്ക് ആന്റണി. ഈ പ്രസംഗം നടത്തിയത് ആരാണ്? മാർക്ക് ആന്റണിയാണ്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജൂലിയസ് സീസർ, ജൂലിയസ് സീസറിന്റെ മരണത്തിന് ശേഷം. അപ്പൊ എപ്പോഴാണ് ചോദിച്ച ഉത്തരത്തിന് ഉത്തരം കിട്ടിട്ടോ, അല്ലെങ്കിൽ ഇൻ ദ ഫ്യൂണറൽ ഓഫ് ജൂലിയസ് സീസർ. ഫ്യൂണറൽ എന്ന് പറയുന്ന വാക്ക് പഠിക്കണം, ഫ്യൂണറൽ. ഓക്കെ, ആ വാക്ക് പഠിച്ചോളൂ. ഓക്കെ, ദെൻ ആന്റണി ബിഗിൻസ് ഹിസ് സ്പീച്ച് ബൈ ആസ്കിംഗ് ദ പീപ്പിൾ. ഈ ആന്റണി എന്ത് കഴിഞ്ഞ പ്രസംഗം എങ്ങനെ തുടങ്ങുന്നത്? ബൈ ആസ്കിംഗ് പീപ്പിൾ, ജനങ്ങളോട് ചോദിച്ചുകൊണ്ട്. ഓഫ് റോം, റോമിലുള്ള ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താണെന്നറിയോ? ടു ലിസൺ ടു ഹിം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. വന്ന് he says that he has come to bury Caesar. ഞാൻ ഇവിടെ വന്നിട്ടുള്ള, അദ്ദേഹം പറയാട്ടോ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സീസറിനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, not to praise him, അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല. he repeatedly says that Brutus is an honorable man. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് ബ്രൂട്ടസ് എന്ന് പറയുന്ന വ്യക്തിയിൽ അദ്ദേഹം മഹാനായ വ്യക്തിയാണ്. but his words are full of irony. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ എന്താണ് പറ? ഐറണിയാണ്. അതായത് സീസറിനെ കൊന്നതാരാണ്? ബ്രൂട്ടസ് ആണ് അല്ലേ? ബ്രൂട്ടസും കോൺസ്പിറേറ്റേഴ്സും ആണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ബ്രൂട്ടസ് എന്താണ് പറ? ഹോണറബിൾ മാൻ ആണെന്നുള്ളത്, സത്യസന്ധനാണെന്നുള്ളത് അല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാര്യം എന്താണ്? അതൊരു ഐറണിയാണ്, വിരോധാഭാസമാണ്, മറക്കണ്ട. ആന്റണി റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ്, ആന്റണി ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയോ? സീസർ ലവ്ഡ് റോം, സീസർ റോമിനെ സ്നേഹിച്ചിരുന്നു. ഹി ബ്രോട്ട് വെൽത്ത് ടു കൺട്രി, അദ്ദേഹം രാജ്യത്തിലേക്ക് ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്നിരുന്നു. ഫെൽറ്റ് പിറ്റി ഫോർ ദ പീപ്പിൾ, ഫോർ ദ പുവർ അല്ലേ? പാവപ്പെട്ട ആളുകളോട് ദയ കാണിച്ചിരുന്നു അദ്ദേഹം. ആൻഡ് റെഫ്യൂസ്ഡ് ദ ക്രൗൺ ത്രൈസ് അല്ലെ? 3 തവണ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? 3 തവണ അദ്ദേഹത്തിന് കൊടുക്കുന്ന കിങ്ലി ക്രൗൺ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ദീസ് ആക്ഷൻസ് ഷോ ദാറ്റ് സീസർ വാസ് നോട്ട് ആംബിഷ്യസ്. ഈ ആക്ഷൻസ് എല്ലാം കാണിച്ചിരുന്നു അദ്ദേഹം എന്തല്ല? ആംബിഷ്യസ് അല്ല എന്നുള്ളതാണ്. സ്ലൗലി, മെല്ലെ ആന്റണി ചേഞ്ചസ് ദ പീപ്പിൾസ് മൈൻഡ് അല്ലേ? അങ്ങനെ മെല്ലെ ആന്റണി എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളുടെ മൈൻഡ് മാറ്റാണ്. ദേ ബിഗിൻ ടു റിയലൈസ് ദാറ്റ്, ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദ അതർ കോൺസ്പിറേറ്റേഴ്സ് വർ റോങ് ടു കിൽ സീസർ അല്ലേ? ബ്രൂട്ടസും ബാക്കിയുള്ള ഗൂഢാലോചനക്കാരൊക്കെ അദ്ദേഹം അനാവശ്യമായിട്ടാണ് അവരൊക്കെ എന്ത് ചെയ്തത്? നമ്മുടെ സീസറിനെ കൊന്നത് എന്നുള്ളത്. ദ ക്രൗഡ് ബിക്കം ആംഗ്രി, അവിടെയുള്ള ജനങ്ങൾ ദേഷ്യപ്പെടുകയാണ്. ആൻഡ് ഡിസൈർ ടു ടേക്ക് റിവെഞ്ച് ഫോർ സീസേഴ്സ് ഡെത്ത്. സീസറിനെ കൊന്ന ആളുകൾക്കെതിരെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി റോമിലുള്ള ആളുകൾ മാറുകയാണ് മക്കളെ. ദ സ്പീച്ച് ടീച്ചേഴ്സ് ദ പവർ ഓഫ് വേർഡ്സ്. ഈ പ്രസംഗം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ദ പവർ ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ശക്തിയാണ്. ആൻഡ് മാത്രമല്ല പെർsuasion ആൻഡ് ലോയൽറ്റി അല്ലേ? മാത്രമല്ല ഇറ്റ് ഓൾസോ ഷോസ് ഹൗ സ്കിൽഡ് സ്പീക്കർ ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. ഒരു സ്കിൽഡ് ആയിട്ടുള്ള പ്രാസംഗികന് ജനങ്ങളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ജനങ്ങളുടെ ചിന്തയില്, ജനങ്ങളുടെ വികാരത്തില് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മ ഈ ചാപ്റ്റർ കാണിച്ചിരുന്നു. ഇതിൽ ഒരുപാട് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തിന്റെ പറ? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഉത്തരം ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് മക്കളെ. അത്തരം ചോദ്യങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത് പറ? റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതേ 3 കാര്യങ്ങളാണ് ഇതിൽ ജൂലിയസ് സീസർ നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് പറ? സീസർ ലവ്ഡ് റോം, റോമിനെ സ്നേഹിച്ചിരുന്നു. കാരണം എന്താണ്? ഹി ബ്രോട്ട് വെൽത്ത് ടു കൺട്രി, അദ്ദേഹം അല്ലെ കൺട്രിയിലേക്ക് പൈസ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദ പീപ്പിൾ, ജനങ്ങളോട് അല്ലെ ദയ കാണിച്ചിരുന്നു. 3 എന്താണ്? റെഫ്യൂസ്ഡ് ദ ക്രൗൺ 3 ടൈംസ്, 3 തവണ അദ്ദേഹം കിങ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അംബീഷ്യസ് ആണെന്നുള്ളത്. അത് റോങ് ആണെന്നുള്ളത് അദ്ദേഹം തെളിയിക്കുകയാണ് ചെയ്തത്. ദാറ്റ്സ് ഓൾ. സി മക്കളെ, അപ്പൊ ഓണം എക്സാം തുടങ്ങും മുമ്പ് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഓണം സ്പെഷ്യൽ RMS ബാച്ച്. കീ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയണം മക്കളെ. നോക്കൂ, നിങ്ങൾ RSQ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ദെൻ പ്രഡിക്ഷൻ PDF, സബ്ജക്ട് വൈസ് പ്രഡിക്ഷൻ PDF ഉണ്ട്. പ്രഡിക്ഷൻ വീഡിയോ അല്ലേ? നോക്കൂ, മൈക്രോബിറ്റ്, മൈൻഡ് മാപ്പ്, 3 സെറ്റ് ഫസ്റ്റ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 3499 രൂപയുടെ ഈ ഒരു ബാച്ച് വെറും 999 രൂപക്ക് മക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നോക്കൂ, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ 7902 400 800. താങ്ക് യു വെരി മച്ച്.